ഹരേ രാമ ഹരേ കൃഷ്ണ. ജൂൺ 12 അർദ്ധരാത്രിക്ക് മുൻപ് വിഷ്ണു ഭഗവാൻ ഈ രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വന്നു ചേരുന്നത് സർവാർത്ഥ സിദ്ധിയോഗമാണ്. ഇവ 18 നാളുകാരെ തൊട്ടനുഗ്രഹിക്കുകയും നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സർവാർത്ഥ സിദ്ധിയോഗം എന്നത് വളരെയധികം ശുഭകരമായ ഒരു യോഗമാണ്. ഏതു കാര്യത്തിനും എന്ത് തീരുമാനം എടുക്കുന്നതിനും എല്ലാം അനുയോജ്യമായ ഒരു യോഗമാണ് എന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വന്നുചേരും. ബുദ്ധപൂർണിമ ദിനത്തിലാണ് സർവാർത്ഥ സിദ്ധിയോഗം വന്നുചേരുന്നത്. ഇത് വരുന്ന 21 ദിവസത്തേക്ക് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവസാനിച്ചു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 27 നക്ഷത്രക്കാരിൽ 18 നക്ഷത്രക്കാർക്കാണ് സർവാർത്ഥ സിദ്ധിയോഗം മൂലം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ഇടവം രാശിക്കാരാണ്. ഇടവ രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗം രൂപപ്പെടുന്നതിനാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ സാമ്പത്തിക പുരോഗതി വന്നുചേരും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവസാനിക്കുകയും നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയിത്തീരുകയും ചെയ്യുന്നതാണ്. ഈ മാസം അല്പം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. കൂടാതെ എല്ലാ കടമകളും നിങ്ങൾക്ക് കൃത്യമായി നിർവഹിക്കുന്നതിനും സാധിക്കുന്നതാണ്. ലോണിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകും. ജീവിത പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. വിദേശത്ത് ജോലിയുള്ള ആളുകൾക്ക് നാട്ടിലെത്തുവാനുള്ള സൗഭാഗ്യം വന്നുചേരും. ചെറിയ ആരോഗ്യ പ്രശ്നത്തിനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും എല്ലാം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. പഠനത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും വിദേശ പഠനത്തിലുള്ള അവസരവും വന്നുചേരുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗത്തിന്റെ ഫലമായി ജോലിസ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരവും പുരോഗതിയും കൈവരും. ഒരു തരത്തിലുമുള്ള പ്രതിസന്ധികളും ഇവർക്ക് ഈ സമയം, അതായത് ജൂൺ 12 വരെ അനുഭവിക്കേണ്ടി വരില്ല. വിഷ്ണു ഭഗവാന്റെ കടാക്ഷം അനുഗ്രഹവും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത്. നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാ കഷ്ടപ്പാടിൽ നിന്നും നിങ്ങളുടെ ജീവിതം കരകയറും. ശമ്പള വർധനവും ഓഹരി വിപണിയിലെ നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പലപ്പോഴും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇവയെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. പഠന കാര്യങ്ങളിൽ വളരെയധികം മികവ് പ്രകടിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. സ്വതന്ത്രമായ ജോലികൾ നിങ്ങൾ ചെയ്യേണ്ടതായി വരും. ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗം വഴി പലപ്പോഴും ബിസിനസ് രംഗത്ത് വളരെയധികം ലാഭം എത്തിച്ചു തരും. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രമോഷനും ശമ്പള വർധനവിനും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകും. കൂടാതെ മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ എല്ലാ ജോലികളും തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ ആകത്തുകയായിരിക്കും കന്നി രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗം വഴി നൽകുന്നത്. നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്ന അവസ്ഥയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾ ആർക്കെങ്കിലും നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുകയും വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തും. ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നല്ല സമയമാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെയധികം കരുതൽ വേണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നഷ്ടം സംഭവിക്കുവാനും ഇടവരും. മകളുടെ വിവാഹാലോചനകൾ പലപ്പോഴും നടക്കാനിടയാവില്ല. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളും വന്നു ചേരുവാൻ ഇടവരും. അടുത്തത് തുലാം രാശിക്കാരാണ്.
തുലാരാശിക്കാർക്ക് 3 നക്ഷത്രക്കാർക്കും സർവാർത്ഥ സിദ്ധി യോഗം വഴി ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ്സും കുടുംബവും ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സിന്റെ തുടക്കം പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ വരുന്ന സമയമായിരിക്കും. എപ്പോഴും സന്തോഷത്തോടെ ഏത് കാര്യവും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിലും ഇതേ സന്തോഷം തന്നെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. നക്ഷത്രനാഥനായ ചൊവ്വയുടെ രാഹുബാധ പലപ്പോഴും ദോഷങ്ങൾ നൽകുവാനിടവരും. പണത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അത് ദോഷഫലങ്ങൾ നൽകുകയും ചെയ്യും. പല കാര്യങ്ങളും അപ്രസക്തമായിരിക്കും. കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. മകളുടെ വീട്ടിൽ താമസിക്കേണ്ട ചില സാഹചര്യവും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധയും കരുതലും അത്യാവശ്യമായ ഒരു സമയം കൂടിയാണ് ഇത്. അടുത്തത് മകരം രാശിക്കാരാണ്. മകരരാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് സർവാർത്ഥ സിദ്ധി യോഗത്തിന്റെ രൂപീകരണം മൂലം വളരെയധികം സൗഭാഗ്യങ്ങളാണ് ബുദ്ധപൂർണിമ ദിനത്തിൽ വന്നുചേരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ പല മാറ്റങ്ങളും സമ്മാനിക്കും. ബിസിനസ്സിലെ ലാഭം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. ഓൺലൈൻ ബിസിനസ്സാണ് നിങ്ങളെ പലപ്പോഴും മുകളിലോട്ട് ഉയർത്തുന്നത്. സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിലും ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കിയെടുക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സിലെ വളർച്ച നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. നിങ്ങളുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ അനുകൂലമായ സാഹചര്യമായിരിക്കും വന്നെത്തുന്നത്. കൂടാതെ യാത്രകൾ പലതും നടത്തേണ്ടതായി വരികയും ചെയ്യും. ഏതെങ്കിലും കാര്യത്തിൽ എപ്പോഴെങ്കിലും ആശങ്ക നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പണത്തിന്റെ കാര്യത്തിൽ സ്വന്തം റിസ്കിൽ മാത്രം മറ്റുള്ളവർക്ക് നൽകരുത്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും. വിവാഹാലോചനകൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യുന്നതാണ്. ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്ത് ജോലി നോക്കുന്ന ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സർവാർത്ഥ സിദ്ധിയോഗം വഴി വളരെയധികം അത്ഭുതങ്ങൾ സംഭവിക്കും. ഓൺലൈൻ ബിസിനസ്സിൽ നിങ്ങൾക്ക് മികച്ച ലാഭം കൊയ്യുവാൻ സാധിക്കുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നത് വഴി നിങ്ങളുടെ ലാഭം 2 ഇരട്ടിയാവുകയും ചെയ്യും. വിദേശ ഇടപാടുകളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും ചെറുത്ത് തോൽപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം. വാഹന ഉപയോഗത്തിൻ്റെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളിൽ സംഘർഷങ്ങളും പ്രതിസന്ധികളും വർദ്ധിക്കുമെങ്കിലും അതിനെയെല്ലാം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.